പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ തന്നെ ഒരുമിച്ച് കൂടിക്കൊണ്ട് വലിയ സ്നേഹത്തില്, വലിയ കൂട്ടായ്മയില്, ഒരേ ആത്മാവിനാൽ നയിക്കപ്പെട്ട് അങ്ങയുടെ സ്വന്തമായ മക്കളുടെ കരുത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, ആ സ്നേഹത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മയെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. മക്കള് ദൈവകൃപയിൽ വളരാൻ വേണ്ടി വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങളുടെ ഉന്നതമായ സ്ഥാനത്തിന്റെ മഹത്വവും ജീവിതവും അതിന്റെ ഫലങ്ങളും പുറപ്പെടുവിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ നിയോഗങ്ങളിൽ ഇടപെടണം, രോഗപീഠകളെ സുഖപ്പെടുത്തണം, മക്കളെ അനുഗ്രഹിക്കണം, മക്കളുടെ നിയോഗങ്ങളിൽ ഇടപെടണം. പഠന മേഖല, അവർക്ക് അഡ്മിഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, സാമ്പത്തിക മേഖല, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇന്റർവ്യൂസ് എല്ലാം അങ്ങ് ഒരുക്കി കൊടുക്കണം. ഈ മക്കൾ എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, എന്ത് തിരഞ്ഞെടുക്കണം, അതിനുവേണ്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും തീരുമാനമെടുക്കാനുള്ള ദൈവിക ജ്ഞാനവും എല്ലാം നിറച്ചു നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം തന്നെ എവിടെ പോയാലും, വിദേശത്തോ സ്വദേശത്തോ ദൂരസ്ഥലത്തോ എവിടെ പോയാലും ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ അഭിമാനമായി മാറട്ടെ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയായി മാറട്ടെ. ദൈവമക്കളുടെ ഉന്നത സ്ഥാനം ജീവിക്കുന്നവരായി തീരട്ടെ. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും എന്നെയും നമ്മുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കള് ഉയർത്തപ്പെട്ട ഒരു സ്ഥാനത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അതറിഞ്ഞ്, അതനുഭവിച്ച്, അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ കൂടിയും നമുക്ക് ചില അവസ്ഥകളുണ്ട്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവെല്ലാം നിറഞ്ഞ് ദൈവമക്കളായിട്ട് മാറി സ്വർഗത്തിന്റെ പൗരത്വം സ്വീകരിച്ച് സ്വർഗീയ പിതാവിന്റെ മക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അപ്പോഴും നമ്മുടെ ജഡമുണ്ട്, അതിന്റെ സ്വാധീനങ്ങളുണ്ട്, അതിൻ്റെതായ ചില ശക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ ഒരു ജീവിതമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 405 മാമോദീസായെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. മാമോദീസായിലൂടെ ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അവസ്ഥയെ കുറിച്ച് അവിടെ പറഞ്ഞ 2 വാക്ക് കേട്ടോ. ദുർബലമാക്കപ്പെട്ടതും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതുമായ മനുഷ്യ പ്രകൃതി, അതാണ് അവസ്ഥ. എന്താണ്? മനുഷ്യ പ്രകൃതി ദുർബലമാണ്. 2, തിന്മയിലേക്കാണ് ചായ്വ്. ഇത് അച്ഛൻ പലവട്ടം പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ആവർത്തിച്ച് ഓർക്കണം. നമ്മളെ കുറിച്ച് ഒരു അവബോധം വേണം. എന്താണ്? ഞാൻ ദുർബലനാണ്, എന്റെ ചായ്വ് തിന്മയിലേക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് അവിടെ കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കാണ്, ആധ്യാത്മികമായ ഒരു സമരത്തിലേക്ക് അവൻ വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നു. സമരം ചെയ്യണം, യുദ്ധം ചെയ്യണം. നമുക്കറിയാം, നമ്മൾ സമരസഭയിലാണ്. ഈ സമരസഭയില് ഈ ദുർബലമാക്കപ്പെട്ട തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന അവസ്ഥയുള്ളത് കൊണ്ട് അതിൽ വീണ് പോകാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സമരം ചെയ്യണം. യാക്കോബ് 4:7 പറഞ്ഞ പോലെ പിശാചിനെ ചേർത്ത് നിൽക്കണം, അവൻ വിട്ടോടിക്കൊള്ളും. ദൈവത്തോട് ചേർത്ത് നിൽക്കണം. ഈ ദുർബലമുണ്ട്, അതുകൊണ്ട് ഞാൻ ചാഞ്ഞിരിക്കുന്നത് തിന്മയിലേക്കാണ്. അതുകൊണ്ട് ചാഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഇതിനെ നിവർത്തി ദൈവത്തോട് ചേർത്ത് വയ്ക്കാന്ന് പറഞ്ഞാൽ അത് ശ്രമകരമായ ഒരു സമരമാണ്. അത് നമ്മൾ ചെയ്യണം, നമ്മുടെ മക്കൾ ചെയ്യണം. ഈ 2 കാര്യങ്ങളുടെ അവസ്ഥ എന്താന്ന് ഓർത്തുന്നു, അത് ചെറുതായിട്ട് ധ്യാനിക്കാം. നമ്മൾ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ദുർബലമാണെങ്കിൽ പെട്ടെന്ന് നമ്മള് വീണുപോകും. ബലമുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കും. ഇനി രണ്ടാമത്തെ ഇതിന്റെ കൂടെ തന്നെ വരുന്ന പ്രശ്നം തിന്മയിലേക്ക് ചായ്വ്. തിന്മയിലേക്ക് ചാഞ്ഞിരുന്നാലുള്ള പ്രശ്നം, നമുക്ക് ചാഞ്ഞിരുന്നാലുള്ള പ്രശ്നം എന്താണ്? ചെറിയൊരു തട്ട് കിട്ടിയാൽ എങ്ങോട്ട് ചാഞ്ഞിരിക്കുന്നുവോ അങ്ങോട്ട് വീഴും. 1 ദുർബലം, 2 തിന്മയിലേക്കാണ് ചായ്വ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ പറയാണ്, തിന്മയിലേക്ക് ചായ്വ് ഉണ്ടല്ലോ, ദുർബലമാണ്. അങ്ങനെ ഇരിക്കെ ഞാനൊരു ബ്ലൂ ഫിലിം അല്ലെങ്കിൽ പോണോഗ്രാഫി കണ്ടാൽ
ഞാൻ ദുർബലനാ. ആ തിന്മയിലേക്ക് ചായ്വ്, ഞാൻ പെട്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട പാപത്തിലേക്കോ ബന്ധത്തിലേക്കോ വീണു. അതാണ് നമ്മുടെ മക്കൾക്ക് പറ്റിയ ദുരന്തം. ഈ രണ്ട് കാര്യങ്ങൾ അറിയാതെ കണ്ണി കണ്ട സിനിമയും കൂട്ടുകെട്ടും ഗെയിമും. ഇപ്പൊ വയലൻസിന്റെ ഗെയിം കളിക്കാന്ന് ഓർത്തോ, നമുക്ക് വയലൻസിലേക്ക് ചായ്വ്. ആ ഗെയിം കളിച്ചാൽ ആ കൊച്ച് അതിലേക്ക് ചാഞ്ഞു വീഴും. പിന്നെ കൊച്ച് പറഞ്ഞനുസരിക്കോ? വയലന്റ് ആയിരിക്കും, അനുസരിക്കത്തില്ല, പഠിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. ഇത് നമ്മുടെ മക്കൾക്ക് ഇന്ന് പറ്റിയ വലിയ ദുരന്തമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചായ്വിനനുസരിച്ചും ഈ ദുർബലതയെ അതിൽ വീഴ്ത്താനും വേണ്ടി ലോകം ഒത്തിരിയേറെ മാധ്യമങ്ങള്, മീഡിയ, അതുമായിട്ട് ബന്ധപ്പെട്ട ഗെയിമുകള്, സിനിമകള്, റീലുകൾ, ഇൻസ്റ്റാഗ്രാം, കൂട്ടുകെട്ടുകൾ, വശീകരണങ്ങൾ, പിന്നെ മറ്റേ പിശാചിന്റെ ശക്തി കൂടി വന്നപ്പോ എല്ലാം ഒരുമാതിരി കൊളായി. നമ്മൾ മക്കളൊക്കെ വീണു പോകുമ്പോ എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ കണ്ട് പിടിച്ച അല്ലെങ്കിൽ എത്തിച്ചേർന്ന ഒരു കാരണമാണ് ഈ അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് നമ്മൾ ദുർബലരാണ്. അതുകൊണ്ട് എന്ത് വേണം? നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ കാണണം, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ വായിക്കണം, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കണം, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധമായവ കണ്ട് വിശുദ്ധ കാര്യങ്ങൾ പരിക്രമിച്ചത് വിശുദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് നിന്നാലേ നമുക്ക് നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ മക്കളെ നമ്മൾ ദുർബലരാണ്. തിന്മയിലേക്ക് ചായ്വ്, സമരം ചെയ്യണം. അതുകൊണ്ട് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് പ്രാർത്ഥന മാത്രമല്ല മക്കളെ, നമ്മൾ ചെയ്യണം. മക്കൾ പരിശ്രമിക്കണം. ഇന്ന് നമ്മുടെ മക്കള് എല്ലാത്തിനോടും ഈ വക കാര്യങ്ങളോട് താല്പര്യം. നമുക്കറിയാലോ അച്ഛൻ പറയേണ്ട ഓരോ കാര്യങ്ങളും എടുത്ത്. അതുകൊണ്ട് മക്കൾക്ക് ഈ ഒരു അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഈ ഒരു സമരം ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ അവരെ ബലപ്പെടുത്തി നിർത്താന്നുള്ളതും വീഴാതെ ആ ചാഞ്ഞിരിക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ട് കേട്ട് അനുഭവിച്ച് സുഖിക്കാതെ നമ്മുടെ മക്കളെ നിവർത്തി നിർത്താന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയുടെ കരുത്താണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ മേഖലയിൽ ദൈവകൃപ നിറഞ്ഞ്, ദൈവിക ചൈതന്യത്താൽ നിറഞ്ഞ്, വചന ശക്തിയാൽ നിറഞ്ഞ് നമ്മുടെ മക്കൾ നിവർന്നു നിൽക്കാൻ വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. അതിനും പോരാഞ്ഞിട്ട് ഈ വക സിനിമകൾക്ക് അപ്പനാണ് കൂട്ടിക്കൊണ്ട്, അമ്മയാണ് മക്കളെ കൂട്ടിക്കൊണ്ട് പോണേ കുഞ്ഞുനാളിൽ. പിന്നെ എങ്ങനെ മക്കൾ ശരിയാവും? അതുകൊണ്ട് കുഞ്ഞുനാൾ മുതൽ മക്കളെ ഇത് പറഞ്ഞു കൊടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആത്മീയതയിൽ വളർത്തി നിവർത്തി നിർത്താൻ, ദൈവത്തോട് ചേർത്ത് നിർത്താൻ സാധിച്ചാൽ രക്ഷപ്പെടും. ഇനി സാധിക്കാത്തതിന്റെ അനന്തര ഫലങ്ങളിൽ നിന്ന് ദൈവമേ ആ കൃപ നിറച്ചു നൽകി ഞങ്ങളുടെ മക്കളെ നിവർത്തി നിർത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മയും നമ്മുടെ മക്കളെയും ഈ കൃപയിൽ, ഈ ചൈതന്യത്തിൽ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബലഹീനതകളെ ബലപ്പെടുത്തട്ടെ, ചാച്ചകളെ നിവർത്തി ദൈവത്തോട് ചേർത്ത് നിർത്തട്ടെ. അങ്ങനെ ദൈവാനുഗ്രഹത്താൽ ഈ സമരസഭയിൽ വിജയം വരിക്കുവാൻ നമുക്ക് നമ്മുടെ മക്കൾക്കും ഇടയാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക്, അങ്ങയുടെ വലിയ കരുണയിലേക്ക് എപ്പോഴും ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങയുടെ ജീവനാൽ നിറയ്ക്കുന്ന, അങ്ങയുടെ കരുണയാൽ പൊതിയുന്ന ആ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന ഞങ്ങളുടെ മക്കള്, വഴുതിറ്റി പോയിരിക്കുന്ന മക്കള്, തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കള്, കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിന്റെ വേദനകള്, എല്ലാ നൊമ്പരങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ നിയോഗങ്ങള്, വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ കൃപയിൽ നിറയപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ, ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊന്നിനും കഴിവില്ല കർത്താവേ. ഞങ്ങളുടെ മക്കളുടെ വേദനകളെ കണ്ട്, അവസ്ഥകളെ കണ്ട്, വഴിപിഴച്ചു പോകുന്നത് കണ്ട്, നശിച്ചടങ്ങുന്നത് കണ്ട് വേദനിക്കാനും ഇതുപോലെ പ്രാർത്ഥിക്കാനും അല്ലാതെ യേശുവേ ഞങ്ങൾക്കൊന്നും അറിയില്ല കർത്താവേ. ഞങ്ങളുടെ മക്കൾ ദുർബലരാണ്, തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നവനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചാഞ്ഞു പോയ, വീണു പോയ പല മേഖലകളിലും ഇന്ന് ഞങ്ങളുടെ മക്കൾ കുടുങ്ങിക്കിടക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ.
തെറ്റായ സ്നേഹബന്ധങ്ങളില്, ജടിക പാപങ്ങളില്, ലഹരിയില്, കൂട്ടുകെട്ടുകളില്, വഴിപ്പിഴച്ച ജീവിതത്തില്, മൊബൈൽ അടിമത്തത്തില്, പല പല ഗെയിമുകളില്, പല പല മ്ലേച്ഛ സിനിമകളില്, അതുമായിട്ട് ബന്ധപ്പെട്ട പല പല ലഹരികളില്, കർത്താവേ, ദുശീലത്തില്, അനുസരണക്കേടില് ഞങ്ങളുടെ മക്കൾ പലതിലും പെട്ടുകിടക്കുന്നു. കർത്താവേ, ദുർബലമാക്കപ്പെട്ട അവസ്ഥ മനസ്സിലാക്കാതെ, തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കാതെ, അങ്ങയിൽ നിന്ന് അകന്ന് അങ്ങയോട് ചേർന്ന് ജീവിക്കേണ്ടതിന് പകരം, അങ്ങയിൽ വളരേണ്ടതിന് പകരം, കർത്താവേ, ലോകത്തിന്റെ പിന്നാലെ, മൊബൈലിന്റെ പിന്നാലെ, സിനിമയുടെ പിന്നാലെ, കൂട്ടുകെട്ടിന്റെ പിന്നാലെ ഒക്കെ പോയി ഈശോയെ, ഞങ്ങളുടെ മക്കൾ ഇന്ന് നശിച്ചടങ്ങി ഒടുങ്ങിയിരിക്കും. തിരിച്ചു വരാൻ പോലും പറ്റാത്ത വിധത്തില് കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവേ, ഞങ്ങളുടെ മക്കള് വീഴാത്ത മക്കൾ ഒത്തിരിയുണ്ട്. ആ മക്കൾ വീഴാതെ ഈ അവസ്ഥ മനസ്സിലാക്കി, ദുർബലത മനസ്സിലാക്കി, തിന്മയിലേക്കുള്ള ചാവിയുടെ അവസ്ഥകളെ മനസ്സിലാക്കി, ഉദാശയില് അങ്ങേയുമായി ആഴമായ ബന്ധത്തില്, കൃപയ്ക്ക് മേൽ കൃപയില് ഞങ്ങളുടെ മക്കൾ നിറഞ്ഞു ജീവിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകാനിടയാകരുതേ കർത്താവേ. അങ്ങേക്കല്ലാതെ മറ്റാർക്കും അതിൽ നിന്ന് തടസ്സപ്പെടുത്താൻ പറ്റില്ല. അങ്ങ് ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണം, അങ്ങയോട് ചേർത്ത് പിടിക്കണം. അങ്ങയുടെ കൃപയിൽ നിറച്ചു നിർത്തണം. അങ്ങയുടെ വലിയ ശക്തി ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തി നിർത്തണം. ബലഹീനതയിൽ ബലമേകുന്ന കർത്താവേ, അങ്ങ് പറഞ്ഞില്ലേ പൗലോസ്ലീഹായോട്, നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നതെന്ന്. ഞങ്ങളുടെ മക്കളുടെ ബലഹീനതയില്, ദുർബലമാക്കപ്പെട്ട ചാഞ്ഞിരിക്കുന്ന അവസ്ഥയില് അങ്ങയുടെ കൃപ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ ജീവൻ ഞങ്ങളുടെ മക്കളെ നിവർത്തി നിർത്തട്ടെ, ബലപ്പെടുത്തട്ടെ, വീഴാതെ തിരിച്ചു പിടിക്കട്ടെ. കർത്താവേ, വീണുപോയ മക്കളെ ആ കൃപ തിരിച്ചു പിടിക്കട്ടെ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി തിരുസന്നിധിയിലേക്ക് നമ്മുടെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും എളിമയോടെ കർത്താവിന് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ പറ്റും. ഇനി വീഴാതെ സൂക്ഷിക്കാൻ പറ്റും. കർത്താവിനെ പറ്റൂ യേശുവേ. സമർപ്പണത്തോടെ ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമ്പോ, നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമ്പോ, ഈ വലിയ അഭിഷേകത്തിന് വേണ്ടി മക്കളുടെ നിയോഗങ്ങളും മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തി നിവർത്തി നിർത്തി വീഴാതെ കർത്താവെ സംരക്ഷിക്കണമേ. കൃപയിൽ ജീവന സമൃദ്ധിയിൽ അനുഗ്രഹിക്കണമേ. ആമേൻ.